ഹലോ സേഫ് ഫാൻസ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് 11 പ്രഡിക്ഷൻ എപ്പിസോഡുമായിട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് യൂറോപ്പ് വിട്ടൊന്ന് ലാറ്റിൻ അമേരിക്കയിലേക്ക് പോകാം. അവിടെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ എങ്ങനെയായിരിക്കും ഇറങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. പറയപ്പെടുന്നത് സ്കലോണിയുടെ ലാസ്റ്റ് ടൂർണമെന്റ് ആയിരിക്കും ഇതെന്നാണ്. അപ്പോൾ എന്തായാലും പുള്ളി നല്ലൊരു ടീമിനെ ആയിരിക്കും ഇറക്കുന്നത്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ നിന്ന് അർജന്റീനയിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ആയിരിക്കും കോപ്പ അമേരിക്കയിൽ വരുന്നത്, ആരൊക്കെയായിരിക്കും ഡ്രോപ്പ് ആവുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. UK മലയാളി ഗോൾ കീപ്പർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ മലയാളം നമുക്ക് നോക്കാം അർജന്റീനയുടെ ഫസ്റ്റ് 11 എങ്ങനെയാണെന്ന്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ മലയാളം നമ്മൾ നോക്കുന്നു കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ ഫസ്റ്റ് 11 എങ്ങനെയാണെന്ന്. ലോകകപ്പിന് ശേഷം ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് അർജന്റീനയ്ക്ക് ഈ കോപ്പയിലേക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം ഈ 29 അംഗ പ്രോബബിൾ ലിസ്റ്റാണ് സ്കലോണി പ്രഖ്യാപിച്ചത്. ആ 29 അംഗത്തിൽ ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ പുറത്തായി എന്നൊക്കെ നമുക്ക് ഉടനെ തന്നെ നോക്കാം. അർജന്റീനയുടെ ഒരു സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2023 വർഷത്തിലെ 10 കളിയാണ് അർജന്റീന കളിച്ചത്. അതിൽ 9 വിജയങ്ങളാണ് അർജന്റീനയ്ക്കുള്ളത്. ഈ 9 വിജയങ്ങളിൽ 1 ബ്രസീലിനെതിരെയാണെന്നുള്ളത് അവരുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കലോണിയുടെ ലാസ്റ്റ് ടൂർണമെന്റ് ആയിരിക്കും ഇത്. അതിനെക്കുറിച്ച് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഒരു ലാസ്റ്റ് ടൂർണമെന്റ് ആയേക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സ്കലോണി ഒരു നല്ല ടീമിനെ തന്നെ ആയിരിക്കും ഇറക്കുന്നത്. നിലവിൽ കോപ്പ അമേരിക്കയുടെ ചാമ്പ്യൻസ് ആണ് അർജന്റീന. അപ്പം ആ കിരീടം നിലനിർത്താൻ തന്നെയായിരിക്കും അവർ നോക്കുന്നത്. 29 അംഗ ടീമിൽ ഗോൾ കീപ്പേഴ്സിന്റെ ലിസ്റ്റ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റിവർ പ്ലേറ്റിന്റെ ഫ്രാങ്കോ അർമാനി, അതായത് പുള്ളി കഴിഞ്ഞ ലോകകപ്പിലും അർജന്റീനയുടെ റിസർവ് കീപ്പർ ആയിരുന്നു. ഫ്രാങ്കോ അർമാനി ഉണ്ട്. രണ്ടാമതായിട്ട് എമിലിയാനോ മാർട്ടീനസ് ആണ് ആസ്റ്റൺ വില്ലയുടെ. പിന്നെ അയാക്സിന്റെ ജെറണീമോ റൂളി ആണ് മൂന്നാമത്തെ ഗോൾ കീപ്പർ ബാക്കപ്പ് ആയിട്ടുള്ളത്. 2014 ലോകകപ്പിലും ലെജൻഡറി മറഡോണ അർജന്റീനയുടെ കോച്ചായിരുന്നു. അപ്പം അന്ന് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, അതായത് എൻ്റെ ടീം എന്ന് പറയുന്നത് മസ്കറാനോയും 10 പേരും എന്നാണ്. അതുപോലെ തന്നെയാണ് സ്കലോണിക്കും പറയാൻ പറ്റുന്നത്. സ്കലോണിയുടെ ടീം എന്ന് പറഞ്ഞാൽ എമി മാർട്ടീനസും 10 പേരും അടങ്ങുന്നതാണെങ്കിൽ. സോ ഗോൾ കീപ്പറിൽ 1-ാം നമ്പറായി അർജന്റീനയ്ക്ക് വരുന്നത് ഫോമിലുള്ള എമിലിയാനോ മാർട്ടീനസ് തന്നെയായിരിക്കും. അർമാനിയും റുളിയും അവർക്ക് ബാക്കപ്പ് ആയിട്ടുണ്ടായിരിക്കും. ഡിഫൻഡേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ റൊമേറോയും ഒട്ടാമെന്റിയാണ് സ്കലോണിയുടെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ഡ്യൂ എന്ന് പറയുന്നത്. നിലവിൽ ലിസാൻഡ്രോ മാർട്ടീനസ് ഉണ്ട്. എന്നാൽ കഴിഞ്ഞ സീസണിൽ പുള്ളിക്കേറ്റ പരിക്ക് കാരണം ആ സീസണിലെ മിക്ക കളികളിലും പുള്ളി ബെഞ്ചിലായിരുന്നു. കഴിഞ്ഞ ദിവസം FA കപ്പിന്റെ ഫൈനലിലൊക്കെ പുള്ളി കളിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ ഒരു പരിക്ക് മൂലം പുള്ളിക്ക് ഫസ്റ്റ് 11ലേക്കുള്ള ആ ഒരു സെൻറ്റർ ബാക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. സോ ഫസ്റ്റ് 11ൽ ഉണ്ടായിരിക്കുന്ന സെൻറ്റർ ബാക്കുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ റൊമേറോയും ഒട്ടാമെന്റിയും തന്നെയായിരിക്കും. ഖത്തറിലുണ്ടായിരുന്ന പോലെ ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻസ് ആയിട്ട് അക്യൂനയും പിന്നെ ടാഗ്ലിയ ഫീക്കോയും തന്നെയായിരിക്കും. റൈറ്റ് ബാക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത് മൊളീനയും മൊണ്ടിയാലുമായിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അക്യൂനയും, റൈറ്റ് ബാക്കിലേക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാകുന്നത് മൊണ്ടേലിനുമായിരിക്കും. ഇങ്ങനെയായിരിക്കും അർജന്റീനയുടെ ഡിഫൻസീവ് ലൈനപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ മിഡ്ഫീൽഡിലേക്ക് പോവാം. വൻ താരമൂല്യമുള്ള പ്ലേയേഴ്സാണ് അർജന്റീനയുടെ മിഡ്ഫീൽഡിലുള്ളത്. നമുക്ക് സംശയിക്കേണ്ട ചെൽസിയുടെ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസും മറ്റൊരു മിഡ്ഫീൽഡറായിട്ട് ഉണ്ടായിരിക്കുന്നത് ഡീപോളുമായിരിക്കും. മൂന്നാമനായിട്ട് ഉണ്ടായിരിക്കുന്നത് ലിവർപൂളിൻ്റെ മാക്കലിസ്റ്ററുമായിരിക്കും. ഇപ്പം ഈ 3 പേരുമായിരിക്കും അർജന്റീനയുടെ മിഡ്ഫീൽഡിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇനി ഇവർക്കുണ്ടായിരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി ആയിരുന്ന ടോട്ടനാം താരം ലോ സെൽസോ പുള്ളി റീസെൻ്റ്ലി പരിക്ക് മാറി കളിയിലേക്ക് തിരിച്ചു വന്നെങ്കിലും ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിയില്ല. ബട്ട് പുള്ളി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തായാലും അർജന്റീനൻ സ്ക്വാഡിൽ ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ടുള്ളത് റോമയുടെ പരേഡസ് ആണ്. പരേഡസ് നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുന്ന പ്ലെയറാണ്. സോ പുള്ളിയായിരിക്കും മറ്റൊരു ബാക്കപ്പ് ആയിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ലെവർക്യൂസൻ ഈ സീസണിൽ കാണിച്ചിരുന്ന ഒരു മിന്നും ഫോം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ പല പ്ലേയേഴ്സും യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ഫോമിൽ നിൽക്കുന്ന ലെവർക്യൂസിൻ്റെ ഒരു മിഡ്ഫീൽഡറാണ് പലാഷ്യസും ഇത്തവണ ഓപ്ഷനായിട്ട് ഇടം പിടിക്കും. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പം നമുക്കറിയാം, മുന്നേറ്റ നിര എന്ന് പറയുമ്പോൾ തന്നെ ലെജൻഡറി ആൽബി സെലസ്റ്റ്യൻ്റെ ലെജൻഡറി താരം മിശിഹ ലിയണൽ മെസ്സി തന്നെയായിരിക്കും റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ
അർജന്റീനയുടെ മാലാഗ ഡീമറിയ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഡീമറിയക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുവതാരമായ ഗർനാച്ചോ ആയിരിക്കും. ഗർനാച്ചോയെ പോലെ തന്നെ ചാൻസ് ഉള്ള മറ്റൊരു ഫിയോറന്റീന സെൻസേഷൻ എന്ന് പറയാം, നീക്കോ ഗോൺസാലസ് ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ ഡീമറിയയ്ക്കുള്ള ബാക്കപ്പ്. അപ്പോൾ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് 2 പ്ലേയേഴ്സ് ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ലൗതാരോ മാർട്ടിനസും മറ്റേത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജൂലിയൻ ആൽവാരസും. എന്നാൽ നിലവിലെ പെർഫോമൻസ് വെച്ചിട്ട് മാഞ്ചസ്റ്റർ സിറ്റി താരത്തിന് തന്നെയാണ് കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്നത്. സോ ഫസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലിയൻ ആൽവാരസ് ആയിരിക്കും. അപ്പം ഇങ്ങനെയായിരിക്കും മുന്നേറ്റ നിര. റൈറ്റ് വിങ്ങിൽ ലയണൽ മെസ്സി, ലെഫ്റ്റ് വിങ്ങിൽ ഡീമറിയ, സ്ട്രൈക്കറായിട്ട് ജൂലിയൻ ആൽവാരസും ആയിരിക്കും. ഇത്രയാണ് അർജന്റീനയുടെ ഒരു ഫസ്റ്റ് 11 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഖത്തർ വേൾഡ് കപ്പിൽ നിന്ന് കോപ്പ അമേരിക്കയിലേക്ക് വരുമ്പോൾ മിസ്സായ ഏത് പ്ലെയർ ആയിരിക്കും ഉണ്ടെന്ന് അത് മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം പൗലോ ഡിബാല തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ റോമയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്ക കളികളും പുറത്തിരുന്നു ഇഞ്ചുറി കാരണമായിട്ട്. അതുകൊണ്ട് തന്നെ പുള്ളീനെ ഈ 29 അംഗ സ്ക്വാഡിൽ സ്കാലോണി ഉൾപ്പെടുത്തിയിട്ടില്ല. ഖത്തർ വേൾഡ് കപ്പിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ അർജന്റീന ഇറങ്ങുന്നത്. അപ്പോൾ ലയണൽ മെസ്സിക്കും സ്കാലോണിക്കും മറ്റൊരു ഇന്റർനാഷണൽ കിരീടം കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അക്കൗണ്ടായ UK മലയാളി ഗോൾ കീപ്പർ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു ടീമിന്റെ ഫസ്റ്റ് 11 പ്രഡിക്ഷനുമായി വരാം. അതുവരേക്കും